അങ്ങനെ പാപങ്ങൾ ക്ഷമിക്കാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ കൂട്ടിച്ചേർത്ത് പറയുകയാണ്, നീ ഇങ്ങനെ സ്വർഗീയ പിതാവിന്റെ മടിയിൽ കയറി വരാനായിട്ട് നോക്കുമ്പോൾ നിന്റെ കാര്യം മാത്രമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. നിന്റെ പക്കല് തിന്മ ചെയ്ത് തെറ്റ് ചെയ്ത് നിന്നിൽ നിന്ന് അകന്ന് പിണങ്ങിയൊക്കെ മാറിപ്പോയ വ്യക്തികളോട് നീ ക്ഷമിക്കാതെ പെരുമാറിയ അനുഭവങ്ങൾ, അവസരങ്ങള് നിന്റെ ജീവിതത്തിലെ ചോർച്ചകളായിട്ട് കിടക്കുന്നുണ്ട്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ എന്ന പൊതുശീർഷകത്തിലുള്ള തിരുവചന വ്യാഖ്യാന പരമ്പരയുടെ 7ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഈശോ പഠിപ്പിച്ച കർത്തൃ പ്രാർത്ഥന നമ്മൾ കാണുകയായിരുന്നല്ലോ. നമ്മൾ ചുമ്മാ ചൊല്ലിവിടേണ്ട ഒരു പ്രാർത്ഥന മാത്രമല്ല, നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ മുഴുവനും രൂപപ്പെടുത്തേണ്ട കാര്യങ്ങളാണ് അതിൽ ഈശോ അവതരിപ്പിക്കുന്നത്. നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ. കഴിഞ്ഞ പോയ സെഷനുകൾ നമ്മൾ കാണുകയുണ്ടായി. സുവിശേഷം മുഴുവന്റെയും സംഗ്രഹമാണ് ഈ കർത്തൃ പ്രാർത്ഥന എന്നുള്ള സഭപിതാവായ തെർത്തുല്യന്റെ വാക്കുകളെ എടുത്തു ഉപയോഗിച്ചുകൊണ്ടാണ് സഭയുടെ മതബോധന ഗ്രന്ഥം ഈ പ്രാർത്ഥനയെ വ്യാഖ്യാനിക്കുന്നത്. അതിൻ്റെ ഒരു സാങ്കത്യം എന്താണ്, അർത്ഥം എന്താണ് നമ്മൾ കഴിഞ്ഞ ഏതാനും സെഷനിൽ കാണുകയായിരുന്നു. അപ്പോൾ നമ്മൾ കാണുകയുണ്ടായി, നരകരാജ്യത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് ദൈവരാജ്യം സ്ഥാപിക്കുവാനുള്ള ഈശോയുടെ ദൗത്യത്തിന്റെ പൂർത്തീകരണവുമായി നേരെ ബന്ധപ്പെട്ടതാണ് ഈ കർത്തൃ പ്രാർത്ഥനയുടെ ഓരോ കാര്യങ്ങളും. അതിന് പൊതുവായുള്ള പശ്ചാത്തലം നമ്മൾ കാണുകയുണ്ടായി. ദൈവരാജ്യം എന്ന് വെച്ചാൽ എന്താണ്, ഈശോയ്ക്ക് എന്തായിരുന്നു അത്, ഇതെല്ലാം നമ്മൾ കാണുകയുണ്ടായി. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഈ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന പ്രാർത്ഥന മത്തായി സുവിശേഷകൻ ലൂക്കാസ് സുവിശേഷം നമുക്ക് നൽകുന്നുണ്ടല്ലോ. അത് ലൂക്കാസ് സുവിശേഷം നൽകുമ്പോൾ അതിന്റെ പശ്ചാത്തലം ലൂക്ക 11-ാം അധ്യായത്തിന്റെ 1 മുതൽ വാക്യങ്ങളിൽ നമ്മളതിന്റെ പശ്ചാത്തലം കാണുന്ന ഈശോ ഒരിടത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ശിഷ്യന്മാര് വന്ന് ഈശോയോട് ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അപ്പോൾ ഈശോ ഇപ്രകാരം പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രാർത്ഥന പഠിപ്പിക്കുന്നു. അവിടെ 5 യാചനകളാണ് ആ ഒരു പ്രാർത്ഥനയിൽ ഈശോ പറയുന്നത്, ലൂക്ക രേഖപ്പെടുത്തുന്നത്. എന്നാൽ മത്തായിയുടെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ 9 മുതൽ തിരുവചനങ്ങളിലും ഈ ഒരു പ്രാർത്ഥന ഈശോ നൽകുന്നത് മത്തായി രേഖപ്പെടുത്തുമ്പോൾ 7 യാചന ഉള്ളതായിട്ട് നമ്മൾ കാണുകയാണ്. സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ഈ പ്രാർത്ഥനയെക്കുറിച്ച് വ്യാഖ്യാനം നൽകുമ്പോൾ സഭ എടുത്തു പറയുന്നുണ്ട് ഈ 2 സുവിശേഷന്മാരെ അവതരിപ്പിക്കുന്ന പ്രാർത്ഥനകളും. സഭ പറയുകയാണ്, ആദിമ നൂറ്റാണ്ട് മുതലേ സഭാപിതാക്കന്മാര് സഭ മത്തായി സുവിശേഷം നൽകിയിരിക്കുന്ന 7 യാചനകളുള്ള പ്രാർത്ഥനയാണ് അവലംബിച്ചത്. തങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിലും സഭയുടെ പൊതുവായ ആരാധന ക്രമത്തിലും എല്ലാം. ഇപ്പൊ നമ്മൾ 7 യാചനകൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്കറിയാം, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവിൻ സംബോധന കഴിഞ്ഞിട്ട് അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഈ 3 യാചനകള് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ദൈവത്തിന് മനുഷ്യ മക്കളെ കുറിച്ചുള്ള പദ്ധതി എന്താണ് എന്നുള്ളതാണ്. ദൈവം തന്റെ സാദൃശ്യത്തിലും ഛായയിലും മനുഷ്യ മക്കളെ സൃഷ്ടിച്ചപ്പോൾ അവിടുന്ന് എന്താണ് നമ്മളെ പറ്റി ഉദ്ദേശിച്ചത്, നമ്മൾ എങ്ങനെ ഭൂമിയിൽ ജീവിക്കണം, സ്വർഗത്തിന്റെ മക്കളായി, സ്വർഗീയ പിതാവിന് ചേർന്ന മക്കളായി സ്വർഗത്തിന്റെ അനുഭവം ഭൂമിയിലെ ശരീരത്തിലായിരിക്കുമ്പോൾ തന്നെ സ്വന്തമാക്കിക്കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റണം. അതായിരുന്നു പറുദീസയില് ദൈവം നമുക്ക് വേണ്ടി വിഭാവനം ചെയ്തത്, ക്രമീകരിച്ചത്. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിന്റെ 2-ാമത്തെ അധ്യായത്തിൽ കാണുന്ന പറുദീസയുടെ വിവരണത്തിൽ നമ്മൾ കാണുന്ന വിശദമായ കാര്യങ്ങളെല്ലാം അതാണ്. അപ്പൊ നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ദൈവരാജ്യ പദ്ധതി, സ്വർഗീയ പദ്ധതിയുടെ ഒരു നേർ ചിത്രമായിട്ട് നമുക്ക് ഈ 3 ആദ്യ യാചനകളെ നിരീക്ഷിക്കാൻ പറ്റും. നമുക്ക് അതിലേക്ക് വിശദമായിട്ട് കടന്നു വരാം. 4-ാമത്തെ യാചന, ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. 5-ാമത്തെ യാചന, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. 6-ാമത്തെ യാചന, 6ഉം 7ഉം ഒരുപോലെയാണ് പോകുന്നത്. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുത്, ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. 2 യാചനകളും. ഇവിടെ 4-ാം യാചന, 5-ാം യാചന, 6ഉം 7 യാചനകളും ഇവയെ പറ്റി ചിന്തിക്കുമ്പോൾ നമുക്ക് പൊതുവായിട്ട് കാണുന്ന ഒരു കാര്യം, 4-ാമത്തെ യാചന നമ്മുടെ ദൈവത്തിന്റെ വർത്തമാന കാലത്തെ ദൈവത്തിന്റെ മക്കളിലേക്ക് തുറന്നു വെക്കുകയാണ്. 5-ാമത്തെ യാചനയാകട്ടെ നമ്മുടെ ജീവിതത്തിന്റെ ഭൂതകാലത്തിലേക്ക് നോക്കിയിട്ട് അവിടെ വന്നുപോയ കുറവുകൾ പരിഹരിക്കാൻ. ഏത് കുറവുകള്? ദൈവരാജ്യ അനുഭവത്തില്, സ്വർഗീയ അനുഭവത്തില്
മുന്നേറാൻ, നിലനിൽക്കാനും മുന്നേറാനും നമുക്ക് പോരായ്മ വന്ന മേഖലകൾ പരിഹരിക്കുന്നതിനെ കുറിച്ചാണ്. അതിലേക്ക് വരാം. 6ഉം 7ഉം യാചനകളാകട്ടെ ഭാവി കാലത്തിലേക്ക് നോക്കിയിട്ട് ഇനിയുള്ള നമ്മുടെ ജീവിതത്തില് ഈ ദൈവരാജ്യ അനുഭവത്തിൽ നിന്ന് ഈ സ്വർഗീയ പിതാവ് നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന, നമുക്ക് വേണ്ടി വിഭാവനം ചെയ്തിരിക്കുന്നതായ സ്വർഗീയ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്നും തെറ്റിപ്പോകാൻ, മാറിപ്പോകാൻ ഇടവരാതിരിക്കാനുള്ള മുൻകരുതലുകളാണ് ആ 2 യാചനകളിലൂടെ നമ്മൾ എടുക്കുന്നത്. 4ാമത്തെ യാചനയില് അന്നു വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണേ. ഇന്ന് ഞങ്ങള് വീണു പോകാതെ, തെറ്റിപ്പോകാതെ അങ്ങേക്ക് ചേർന്ന മക്കളായിട്ട് വളർന്ന് മുന്നേറാൻ ആവശ്യമായത് എന്തെല്ലാമാണോ അത് മുഴുവനും ഞങ്ങൾക്ക് തരണമേ എന്നാണ് പറയുന്നു. അത് നമ്മുടെ വർത്തമാനകാലമാണ്. ഇന്നിന്റെ ആവശ്യങ്ങളാണ്. ഇന്ന് തരണമേ. 5, 6 യാചനകള് നമ്മൾ ജീവിതത്തിലേക്ക് പുറകോട്ട് നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു, നമ്മൾ ദൈവത്തിന്റെ വഴി വിട്ട് പാപത്തിന്റെ വഴികളിലൂടെ പിശാചന്റെ പ്രേരണയ്ക്ക് ചെവി കൊടുത്ത് വഞ്ചിതരായി വഴിതെറ്റിപ്പോയി ദൈവത്തിന്റെ സ്ഥാനം നഷ്ടപ്പെടുത്തി പൈശാചികമായ ഉപദ്രവങ്ങൾക്ക് ഇരയായി നരകരായത്തിന്റെ അനുഭവത്തിലേക്ക് മൂക്കുകുത്തി വീണ് തകർന്ന അനേക സംഭവങ്ങളുണ്ട്, അവസരങ്ങളുണ്ട്. അതിനകത്ത് നിന്നെല്ലാം ഒന്ന് പൂർണ്ണമായി വിടുതൽ പ്രാപിച്ചത് കയറി വരണം. അത് മാർഗം എന്താണ്? ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണം. അങ്ങനെ പാപങ്ങൾ ക്ഷമിക്കാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ കൂട്ടിച്ചേർത്ത് പറയുകയാണ്, നീ ഇങ്ങനെ സ്വർഗീയ പിതാവിന്റെ മടിയിൽ കയറി വരാനായിട്ട് നോക്കുമ്പോൾ നിന്റെ കാര്യം മാത്രമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. നിന്റെ പക്കല് തിന്മ ചെയ്ത്, തെറ്റ് ചെയ്ത്, നിന്നിൽ നിന്ന് അകന്ന് പിണങ്ങിയൊക്കെ മാറിപ്പോയ വ്യക്തികളോട് നീ ക്ഷമിക്കാതെ പെരുമാറിയ അനുഭവങ്ങൾ, അവസരങ്ങള് നിന്റെ ജീവിതത്തിലെ ചോർച്ചകളായിട്ട് കിടക്കുന്നുണ്ട്. അത് സ്വർഗീയ ജീവിതത്തിന് തടസ്സമാണ് നിനക്ക്. സ്വർഗത്തിൽ എല്ലാവരും ഒരുമിച്ചായിരിക്കുന്ന അനുഭവമാണ്. ദൈവം എല്ലാവരും ചേർത്ത് പിടിക്കുകയാണ്. അവിടെ നിന്റെ പാപങ്ങൾ ക്ഷമിച്ചുകൊണ്ട് നിന്നെ ചേർത്ത് പിടിക്കാനായിട്ട് നീ ദൈവത്തോട് ആവശ്യപ്പെടുമ്പോൾ നിന്റെ ചുറ്റുമുള്ളവരെ നീ ചേർത്ത് പിടിക്കണം. ധൂർത്തപുത്രന്റെ ഉപമയില് ധൂർത്തപുത്രൻ തിരിച്ചു വന്ന പപ്പൻ ദൂരെ വെച്ച് കണ്ടപ്പോഴേ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് സ്വീകരിച്ചു. അങ്ങനെ ധൂർത്തപുത്രൻ അപ്പന്റെ കൂടെ ആയി. പക്ഷേ മൂത്ത പുത്രൻ തിരിച്ചു വന്ന് ജോലി സ്ഥലത്ത് തിരിച്ചു വരുമ്പോൾ ഈ അനുജനെ ചേർത്ത് പിടിക്കാൻ തയ്യാറാകുന്നില്ല. അവന്റെ തെറ്റുകള്, കുറ്റങ്ങള്, അവൻ പോയി തൂർത്തടിച്ചത്, വേശ്യകളുടെ പോയി കുടുംബത്തിന് ദുഷ്പേരുണ്ടാക്കിയത്, ഇതെല്ലാം തൻ്റെ ഉള്ളില് ക്ഷമിക്കാൻ പറ്റാത്ത വെറുപ്പിന്റെ ചിന്തകളായിട്ട് വെച്ചുകൊണ്ട് അവൻ നിൽക്കുമ്പോൾ അവന് അപ്പന്റെ പക്കലേക്ക് കയറി വരാൻ പറ്റുന്നില്ല. വീട് തുറന്നു കിടക്കുകയാണ്. അപ്പൻ അവന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ചേട്ടായി വരാൻ വേണ്ടി അനിയനും കാത്തു നിൽക്കുന്നു. വീട്ടിലുള്ള എല്ലാവരും ഈ മൂത്തമാൻ വരാൻ വേണ്ടി ആകാംക്ഷ കാത്ത് വിരുന്നൊരുക്കി നിൽക്കുകയാണ്. പക്ഷെ അവന് മുറ്റത്ത് വരുമ്പോൾ അകത്തേക്ക് കയറുന്നില്ല, കയറാൻ പറ്റുന്നില്ല. ആരും പറഞ്ഞിട്ടില്ല, വാതിലടച്ചിട്ടില്ല. അവന്റെ ഉള്ളില് അനുജനോട് വെറുപ്പ് കിടക്കുകയാണ്. അനുജനോട് വെറുപ്പ് കിടക്കുമ്പോൾ അനിയന്റെ തെറ്റുകൾ ക്ഷമിക്കാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോൾ അവന് അപ്പന്റെ പഴക്കിലേക്ക് വരക്കാൻ പറ്റുന്നില്ല, വീടിനകത്ത് കയറാൻ പറ്റുന്നില്ല. ഇതാണ് ഈശോ വ്യക്തമാക്കുന്നത്. സ്വർഗീയ പിതാവിന്റെ ചങ്കത്തോട്ട് ഇതുവരെ വന്നുപോയ കുറവുകളെല്ലാം മാപ്പ് ചോദിച്ച് ക്ഷമിക്കപ്പെട്ട അവസ്ഥയിൽ നീ കയറി വരാൻ ആഗ്രഹിക്കുമ്പം നിനക്കൊരു തടസ്സമാകും നീ നിന്റെ സഹോദരങ്ങളുടെ തെറ്റുകൾ ക്ഷമിച്ചിട്ടില്ല എങ്കിലും. പുറത്തു പോയിട്ട് വരുന്ന തോർത്തൻ വിചാരിക്കും ഒത്തിരി നീളമുള്ള കമ്പും കോലും എല്ലാം കൂടി എടുത്ത് കൈ പിടിച്ചോണ്ട് ഇങ്ങനെ പിടിച്ചോണ്ട് വരികയാണ്. അങ്ങനെ കമ്പും കോലും എല്ലാം കൈ പിടിച്ചുകൊണ്ട് വന്ന് പരിക്കാത്ത കയറാൻ നോക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഈ കമ്പും കോലും എല്ലാം കൂടെ വാതിനകത്തോടെ കിടക്കുന്നില്ല, തട്ടിയിട്ട് ആ പുറത്തേക്ക് തെറിക്കുകയാണ്. അപ്പൊ ആൾക്കാർ പറയുകയാണ്, ഇതെന്താ ഇങ്ങനെ ഈ കമ്പും കോലും എല്ലാം ഇത് പരിക്കാത്ത കയറാൻ പറ്റുകയല്ലോ, അതെല്ലാം കളഞ്ഞിട്ട് നീ തന്നെ കയറുവാ. പാവം പറയുന്നില്ല, ഞാൻ ഈ കമ്പും കോലും തടികളെല്ലാം മുറുക്കെ പിടിച്ചോണ്ടേ കയറി വരുള്ളൂ എന്ന് പറഞ്ഞ് പിന്നെ കയറാൻ നോക്കിയാലും തട്ടിത്തെറിച്ച് പുറത്തോട്ട് പോകും എന്ന് പറഞ്ഞ പോലെയാണ്. നമ്മൾ മറ്റുള്ളവരുടെ തെറ്റുകളോ കുറവുകളോ പോരായ്മകളോ ക്ഷമിക്കാതെ അത് മുറുകെ പിടിച്ചുകൊണ്ട് വരുമ്പോൾ നമുക്ക് ദൈവരാജ്യത്തിന്റെ അനുഭവത്തിൽ കയറാൻ പറ്റുകയില്ല. അതേപോലെ ക്ഷമിച്ച് അതിൽ ഉപേക്ഷിച്ചിട്ടേ വരാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കി, ഭൂതകാലത്തിലേക്ക് നോക്കിയിട്ട് ദൈവരാജ്യ അനുഭവത്തിന് പുറത്തു പോയ നിമിഷങ്ങളൊക്കെ പരിഹരിക്കാൻ നോക്കുമ്പോൾ സഹോദരൻ തെറ്റുള്ള ഹൃദയപൂർവ്വം ക്ഷമിച്ചുകൊണ്ട് കയറി വരണം. ഈ ഒരു കാര്യം ഉൾച്ചേർത്തുകൊണ്ടാണ് 5ാമത്തെ യാചന ഈശോ നമ്മളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നത്. ഇനി ഭാവിയിലേക്ക് നോക്കിയിട്ട് ആണ് 6ഉം 7 യാചനകള്. ഇതുവരെ ഉള്ള ജീവിതത്തിൽ തെറ്റിപ്പോയ പല സംഭവങ്ങളുണ്ട്. പ്രലോഭനത്തിൽ പെട്ടുപോയിട്ടുണ്ട്, പ്രലോഭനത്തിൽ വീണു പോയിട്ടുണ്ട്. ഇനിയുള്ള ജീവിതത്തിലെങ്കിലും പ്രലോഭനത്തിൽ വീണു പോകാതെ ജാഗ്രതയുടെ മുന്നേറാനുള്ള കരുത്ത്, കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. പ്രലോഭനത്തിന് വീഴാൻ ഇടവരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ വീണ്ടും നമ്മൾ തിരിച്ചറിയുകയാണ്, ഞാൻ എത്ര സൂക്ഷിച്ചാലും
പിശാച് സാത്താൻ അവന്റെ സംഘങ്ങൾ ഇങ്ങനെ എനിക്കെതിരെ കെണി ഒരുക്കിക്കൊണ്ട് ചുറ്റും നടക്കുന്നുണ്ട്. അവന്റെ പിടുത്തത്തിൽ നിന്നും ഉള്ളൊരു വിടുതൽ ആവശ്യമുണ്ട്. അവിടെ ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. ഡെലിവർ ഫ്രം ദി ഈവിൾ വൺ. ഡെലിവർ എന്ന് പറയുമ്പോൾ കൃത്യം പറഞ്ഞാൽ മലയാളത്തിൽ പറയും വിടുതൽ തരണമേ എന്നാണ്. അത് രണ്ടു അർത്ഥം. രക്ഷിക്കണമേ എന്ന് പറയും ഇനി ഉണ്ടാകാൻ സാധ്യതയുള്ള അവന്റെ ഉപദ്രവത്തിൽ രക്ഷിക്കണമെന്ന് മാത്രമല്ല, അവന്റെ പിടുത്തം ഞങ്ങളുടെ ജീവിതത്തില് ഉത്ഭവം വഴിയായിട്ടും ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ വീണുപോയ നിമിഷങ്ങൾ വഴിയായിട്ട് കയറി കിടക്കുന്നവയിൽ നിന്നും ഒരു വിടുതൽ ഞങ്ങൾക്ക് തരണമേ എന്നുള്ള കാര്യം അതിനകത്ത് ഉൾച്ചേർന്നുണ്ട്. സഭയുടെ മതബോധന ഗ്രന്ഥത്തില് സ്വർഗസ്ഥാനിയുടെ പിതാവ് പറഞ്ഞ വ്യാഖ്യാനം നൽകുമ്പോൾ 2763 ഖണ്ഡികയില് വിശുദ്ധ തോമസ് അക്വീനാസിനെ ഉദ്ധരിച്ചുകൊണ്ട് സഭ പറയുന്നുണ്ട്, ഈ 7 യാചനകള് ഈ രീതിയിൽ ഈശോ നമുക്ക് പ്രാർത്ഥിക്കാൻ പറഞ്ഞു തരുമ്പോൾ നമ്മളുടെ ജീവിതത്തില് ദൈവത്തിന്റെ മുമ്പില് നാം സമർപ്പിക്കേണ്ട യാചനയുടെ അർത്ഥനകള് എന്തൊക്കെയാണെന്ന് ഈശോ നമുക്ക് ഉറപ്പ് തരുന്നു, വ്യക്തത തരുന്നു. അതോടൊപ്പം അവ ഏത് ക്രമത്തിലാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന കാര്യത്തിലും ഈശോ നമുക്ക് ഉറപ്പ് തരികയാണ്. അപ്പൊ 2 കാര്യങ്ങളാണ് 7 യാചനകൾ വഴിയായിട്ട് ഈശോ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. തോമസ് അക്വീനാസ് വ്യക്തമാക്കും, സഭ അതെടുത്ത് അടിവരായിട്ട് പഠിപ്പിക്കുന്നു. എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, അവ ഏത് ക്രമത്തിലാണ് പ്രാർത്ഥിക്കേണ്ടത്. നമുക്ക് 7 യാചനകളിലേക്ക് വരും സെഷനുകളിൽ ഒന്നായിട്ട് ഇറങ്ങി ചെന്നുകൊണ്ട് ആഴങ്ങൾ ഉൾക്കൊള്ളാനായിട്ട് ശ്രദ്ധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് യേശു മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസ സഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.